ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കോഴിക്കോട് സരോവരം ബയോ പാർക്കിന് സമീപത്തായി നടക്കുന്ന മറൈൻ വേൾഡ് അണ്ടർ വാട്ടർ ടണലിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഇവിടേക്ക് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് 120 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ 120 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഒരു ഷാർക്കിൻ്റെ ഒരു ആയ തുറന്ന് വെച്ച പോലെയാണ് ഇതിൻ്റെ എൻട്രൻസ്. പിന്നെ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഒരുപാട് ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ട്. അത് പിന്നെ എന്താണ്, തിക്കും തിരക്കുണ്ടാക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു എന്തിനാ അപ്പോൾ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയും എന്താണ് ആളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കയറി വരുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനുള്ളത്. ഇത് നോക്ക്, പക്ഷികളൊക്കെ നമുക്ക് തലക്ക് മുകളിലൂടെ ഇങ്ങനെ പറക്കുകയാണ്. അതും പല നിറത്തിൽ, പല സൈസിൽ, അതേപോലെ തന്നെ നല്ല നല്ല ഭംഗിയുള്ള പക്ഷികൾ. അപ്പോൾ ഇവരെ അടുത്ത് നിന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. നമ്മളെ കയ്യിൻ്റെ അടുത്തേക്കൊക്കെ വേണമെങ്കിൽ വരും, പക്ഷേ നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നടക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം എന്തോ ഓരോ മരത്തിൽ അങ്ങനെ സെറ്റായിട്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാറി നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പക്ഷികളുടെ കൂട്ടം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. ഇവിടെ നല്ല തിരക്കാണ്, ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളതുകൊണ്ട് ആളുകൾ പതുക്കെ പതുക്കെ പോകുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ചില്ലാക്കിയ കുറച്ച് ജീവികളെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ അവർ നല്ലൊരു കാര്യമായിട്ട് അവർ ഇതിൻ്റെ പേരും അതോടൊപ്പം തന്നെ ഇത് എവിടെ നിന്ന് ഉണ്ടായതാണെന്നുള്ളതും എവിടെയാണ് കാണപ്പെട്ടിട്ടുള്ളതെന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ ജീവികളെ എത്ര കാലം ജീവിക്കുന്നുള്ളതൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കറക്റ്റാക്കി എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വായിച്ച് നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ കണ്ടത് ഇഗ്വാനയാണ്, അതുപോലെ തന്നെ ഗോൾഡൻ പെസൻ്റ് പറഞ്ഞ പക്ഷിനെയാണ്. ഇതൊരു കുയിലാണ്, ഒരു ടൈപ്പ് കുയിലാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നും. പിന്നെ പ്രത്യേകിച്ച് ഇത് ഒരു ഇഷ്ടമാകുക നമ്മുടെ ചെറിയ മക്കൾക്ക്, അതോടൊപ്പം തന്നെ വയസ്സായിട്ടുള്ള ആളുകൾക്ക്, അവർക്ക് കൊണ്ടുവന്നിട്ട് കാണിക്കണം ഈ ഒരു സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു കൗതുകമായിരിക്കും ഇങ്ങനെയുള്ള വസ്തുക്കൾ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ജീവികളൊക്കെ ഇതിലുണ്ട് കേട്ടോ. നിങ്ങളെങ്ങനെ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ജീവികളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പുതുതായിട്ട് കാണാനും അതോടൊപ്പം തന്നെ പഠിക്കാനുള്ള സംഭവങ്ങൾ ഇവിടെ ഈ എക്സ്പോയിലുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ നമ്മളെ തള്ളിവിടാണ് മുന്നോട്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടും തന്നെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ആളുകൾ ക്യാമറ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാനോ അല്ലെങ്കിൽ എന്താണ് കറക്റ്റായിട്ട് എടുക്കാനോ ഒന്നും കാണിക്കാനോ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ ഒരുപാട് പല വർണ്ണത്തിലുള്ള പക്ഷികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ പക്ഷികളുടെ പേരും അവരുടെ ആയുസ്സും മറ്റേത് എഴുതി വെച്ചതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ട പക്ഷി തന്നെയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടല്ലോ കുറച്ച് പക്ഷികൾ മരത്തിലൊക്കെ ഇരിക്കണത്. അപ്പോൾ ആ പക്ഷികളാണ് ഇതൊക്കെ. ഇതെന്താണെന്ന് എനിക്ക് പേര് മനസ്സിലായില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കാണാനുള്ളത് പിന്നെ ചെറിയ അക്വേറിയങ്ങളാണ്. അതിൽ ചെറിയ ചെറിയ ഫിഷുകൾ, പിന്നെ ഈ ചെമ്മീൻ അങ്ങനത്തെ ടൈപ്പിലുള്ള ഫിഷുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പിന്നെ മറൈൻ വേൾഡ് ഒരു 10 കോടി ചിലവിലൊക്കെയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും കാണാനുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അത്രയും മനോഹരമായിട്ട് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അങ്ങനെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് വലിയ അക്വേറിയമാണ്. അതായത് നമ്മുടെ ഹൈറ്റിലൊക്കെ ഉള്ള അക്വേറിയമാണ് കേട്ടോ ഇനി കാണാനുള്ളത്. ഇതിൽ പല വർണ്ണത്തിൽ, പല രൂപത്തിൽ, അതേപോലെ തന്നെ കാണാൻ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ എന്നൊക്കെ പറയുമല്ലോ, അതുപോലത്തെ ഉള്ള മത്സ്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിലൊക്കെ കാണാനുള്ളത്. നല്ല ഭംഗിയുണ്ട്. എല്ലാവരും തന്നെ വീഡിയോസും ഫോട്ടോസും അതേപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇത് ഈ വൈറ്റ് മീനുകളൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ചെറിയ തരം മീനുകളാണ് ഈ കാണുന്നത്. ഇതിനായിട്ടുള്ളൊരു അക്വേറിയം. ചില അക്വേറിയത്തിൽ മിക്സ് ആക്കിയിട്ടുള്ള ഫിഷുകളാണുള്ളത്.
നല്ല ഭംഗിയുണ്ട് എല്ലാ മീനുകളെയും കാണാൻ. അത്രയും നമ്മൾ കടലിൻ്റെ അടിയിലുള്ള കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, ശരിയാണ്, നമ്മൾ കടലിൻ്റെ അടിയിൽ തന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇത് തരണ്ടി മത്സ്യമാണ്. അതായത് ഈ തരണ്ടി മീനിന് കണ്ടോ, പിന്നെ പുള്ളിൻ്റെ ടൈപ്പ് ഉണ്ട്, ഇത് പുള്ളി പോലത്തെ ടൈപ്പുണ്ട്, അതേപോലെ തന്നെ എന്താണ് ഒരു പ്ലെയിൻ കളറിലുള്ളുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. അപ്പോൾ എല്ലാവർക്കും കൗതുകം. തരണ്ടി നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തരണ്ടിൻ്റെ വാലുകൊണ്ട് അടിച്ചാൽ അവിടെ ഇരിക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ തരണ്ടിൻ്റെ വാലും അതിൻ്റെ ഒരു നീന്തലൊക്കെ കണ്ടിട്ട് എല്ലാവരും എന്താണ് കൗതുകത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചിട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മറ്റു മത്സ്യത്തെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങളും നമ്മളെ കൂടെ തന്നെ ഫോളോ ചെയ്യണം, പിന്നെ എല്ലാം കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാനുള്ളത് സ്കൂബ ഡൈവിംഗ് ആണ്. ഇതും ഇവരെ സമ്മതിക്കുന്ന വേണ്ട, ഒരുപാട് സമയം ഈ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന് പിന്നെ ജനങ്ങൾക്ക് പിന്നെന്താണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇവരിൻ്റെ സമ്മതിക്കുന്ന വേണം. പിന്നെ ഇത് മത്സ്യകന്യകയാണ്. ഇവരിടയ്ക്കിടയ്ക്ക് ഷോസൊക്കെ എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ചില കുട്ടികൾക്ക് കാണുമ്പോൾ ഭയങ്കര പേടിയും കിട്ടും, അവർ കരയണൊക്കെ ഉണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങാനും വേണ്ടിയുള്ള സ്റ്റോളുകളുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം വാങ്ങാം. പിന്നെയും തന്നെ ഇങ്ങനെ മത്സ്യത്തിൻ്റെ ഒരു സെക്ഷനാണ് വേണ്ടത്. ഇത് ടണലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വലിയ വലിയ മത്സ്യങ്ങളാണ്. എനിക്കിതിൻ്റെ ഒന്നും പേരുകൾ അറിയില്ല, നിങ്ങൾ കാണാം, അതോടൊപ്പം തന്നെ ആസ്വദിക്കാം. അങ്ങനെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കൺസ്യൂമർ സ്റ്റാളാണ്. അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കോർട്ട് ഉണ്ട്. ഫുഡ് കോർട്ടിൽ നിന്ന് ഞങ്ങൾ പിന്നെ പാനിപൂരി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ സ്റ്റാളിൽ നിന്ന് ഞങ്ങൾ എടുത്തത് നമ്മൾ പഴയകാല മിഠായികളുണ്ടല്ലോ, അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് മിഠായികളൊക്കെ വാങ്ങി. പിന്നെ അതേപോലെ തന്നെ വിത്തുകളുണ്ട്, പലതരത്തിലുള്ള വിത്തുകൾ അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വിത്തുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്നത് പാർക്കൊക്കെയാണ്. അപ്പോൾ ഈ പാർക്കിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണിട്ടോ.